നമ്മൾ ഡയറ്റിലായിരുന്നില്ലേ? ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവൂലേ? അപ്പോൾ ഇന്നലെ ഡയറ്റ് ഡേ, ഇന്ന് ചീറ്റ് ഡേ. ഡയറ്റ് എടുക്കുന്നവർക്ക് വേണമല്ലോ ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈൻ്റെ റെസിപ്പി ആട്ടാ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില അത്രേ ചേർത്തിട്ടുള്ളൂ. ഒരു 5-6 മിനിറ്റ് അങ്ങോട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കനം കുറച്ച് നീളത്തിലായിരുന്നു ഒരു സവാള ആട്ടാ ചേർത്തിരിക്കുന്നത്. ഈ സവാളൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ 2 പച്ചമുളകോടെ ചേർക്കണം കേട്ടാ. ഇനി ഈ സവാള ഉണ്ടല്ലോ അവിടെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് ഈ ബീഫിൻ്റെ ആ ഒരു കളറില്ലേ, ആ ഒരു കളറിലോട്ട് വരണം. അത്ര ഡ്രൈ ആയിട്ട് കിട്ടുന്നു കേട്ടാ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പെരിഞ്ജീരകവും മഞ്ഞൾപ്പൊടിയും ഗരം മസാലൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൊണ്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കുറച്ച് കറിവേപ്പില മല്ലിയിലോട് ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഏറ്റവും അവസാനം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്തോ. ഇത് ഇത്രേ ഉള്ളൂ ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പി. ഈ ബീഫ് ഉണ്ടല്ലോ എനിക്ക് നാട്ടിൽ നിന്ന് വാപ്പിച്ചും ഉമ്മച്ചിയൊക്കെ കൊടുത്തു വിട്ടതാട്ടാ, അല്ലാണ്ട് ഞാൻ വേവിച്ച് വെച്ചതൊന്നുമല്ലേ. ഇനി ഉണ്ടല്ലോ നല്ല ആവി പറക്കുന്ന ചൂട് ചോറിൻ്റെ എടുത്തിട്ടേ നമ്മളുടെ ഈ ഒരു ബീഫും ഒരു 5-6 സവാളയും പിന്നെ മാങ്ങൻ്റെ സീസൺ ആണല്ലോ, അപ്പം മാങ്ങച്ചാറും നല്ല അടിപൊളി നല്ല രസമുള്ള രസവും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. അത് മതി നമ്മുടെ ലഞ്ചിനില്ലേ.